എല്ലാം അറിഞ്ഞിട്ടാവും സൂര്യ വിളിക്കുന്നത്. ഹലോ, എന്താടോ മറന്നു കളഞ്ഞു എന്നെ? എന്തു പറ്റി എനിക്ക്? ഏയ് ഒന്നുമില്ല സൂര്യ. അതൊന്നും പറയണ്ട. ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് തവണ വിളിച്ചിരുന്നു. അമ്മ പറഞ്ഞില്ലേ എന്നോട്? ഞാൻ അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട്. ഇന്നലെ നല്ല തലവേദനയായിരുന്നു, കിടന്നുറങ്ങിപ്പോയി. അതല്ലടോ ശബ്ദം കേട്ടപ്പോ ഞാൻ ചോദിച്ചത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അതെ, എന്തെങ്കിലും കാര്യമായ പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പോണം. ഞാൻ വരുന്ന വിളിച്ച് പറയാം, അവൻ കൊണ്ടുപോയിക്കോളും. എടോ സത്യം പറഞ്ഞ തന്നെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. എനിക്കിവിടെ കുറച്ച് ജോലി ചെയ്ത് തീർക്കാനുണ്ട്. അത് എത്രയും പെട്ടെന്ന് തീർത്തിട്ട് ഞാൻ അങ്ങോട്ട് ഓടി വരാം. എന്നിട്ട് നമ്മൾ തുടങ്ങി വെച്ച ജീവിതമില്ലേ, അതങ്ങ് മുമ്പോട്ട് കൊണ്ടുപോവാം. കൽപ്പന, താനെന്തൊന്നും പറയാത്തെ? ഞാൻ കേൾക്കുന്നുണ്ട് സൂര്യ. എനിക്കും സൂര്യയെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ മനസ്സുകൾ തമ്മിൽ സ്നേഹിക്കാൻ തുടങ്ങിയതല്ലേ. ഇനിയിപ്പോ പിരിഞ്ഞിരിക്കാന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സൂര്യ കൃത്യമായിട്ട് എന്നാ വരുന്നത്? ഞാൻ പറഞ്ഞല്ലോ, എനിക്കിവിടെ കുറച്ച് ജോലിയുണ്ട്. അതല്ല, കൃത്യം ഒരു ഡേറ്റിന് എന്നെ കാണണമെങ്കിൽ പറഞ്ഞോ, അത് ഞാൻ പാലിച്ചോളാം. ഏയ് അത് വേണ്ട, എല്ലാം തീർത്തിട്ട് വന്നാ മതി. സൂര്യ ഫ്രീ ആയാ മതി. ഫ്രീ ആയാലെന്താ പറ? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. അതെ, ഈ ഒളിച്ചുകളിയൊന്നും വേണ്ട. ഒളിച്ചുകളിയോ? കാണുമ്പോ വലിയ ഇഷ്ടമാണ് എന്ന് ചോദിക്കുമ്പോ ഒന്നും പ്രത്യേകിച്ച് പറയാതിരിക്കുക. അത് ഒളിച്ചുകളിയാ പിന്നെന്താ? ഈ കഠിനമായ ജോലിയുടെ ഇടയിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ വിളിക്കാന്ന് പറഞ്ഞാൽ അതൊരു സുഖമുള്ള ഏർപ്പാടാ. മനസ്സ് വല്ലാതെ റിലാക്സ് ആവും. അത് കഴിഞ്ഞ് പ്രവർത്തിക്കാൻ നല്ല ഊർജം കിട്ടുകയും ചെയ്യും. എനിക്കിപ്പോ ജോലി കൂടുതലാണ്. മോളെ, നീ അത്യാവശ്യമായിട്ട് ആറ്റുവാശ്ശേരിയിലേക്കൊന്ന് വരണം. ഇവിടെ പ്രിയങ്കമോള് വല്ലാത്ത ബഹളമാ. നിന്നെ കാണണമെന്ന് പറഞ്ഞു ഒച്ച വെച്ചോണ്ടിരിക്കയോ. ഓ, ഞാൻ എത്ര സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. മുത്തശ്ശി, ഞാൻ വരുണ്ട കൂടെ ഒരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കുക. അതൊന്നും എനിക്ക് കേക്കണ്ട. സുഖമില്ലാത്ത കുട്ടിയാ. കരഞ്ഞും ബഹളം വെച്ചു അതിനെന്തെങ്കിലും പറ്റിപ്പോയാ ഓ, ഓർത്തിട്ട് മനുഷ്യന്റെ ചങ്ക് കത്തുക. പിന്നെ നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരാൻ നോക്ക്. അയ്യോ മുത്തശ്ശി, അതെ, നിന്നെ കൊണ്ടാ ഇതൊക്കെ പറ്റിയതെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയാ മതി. അവൾ അനുഭവിക്കേണ്ടതാ നീ അനുഭവിക്കുന്നതെന്നേ ഒന്ന് ചിന്തിച്ചു നോക്കിയാ മതി. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. നിങ്ങൾ ആരെയാ ഭീഷണിപ്പെടുത്തുന്നത്? എന്താ നിങ്ങൾ പറഞ്ഞേ? പ്രിയങ്കയുടെ നാശത്തിന് കാരണം രാധികയാണെന്നോ? അതെങ്ങനെ? അതെ, പ്രിയങ്ക വീട് വിട്ടിറങ്ങിയത് രാധിക കാരണമൊന്നും അല്ലല്ലോ. കൊച്ചുമോളും മുത്തശ്ശിയും കൂടെ പ്ലാൻ ചെയ്ത് തട്ടിക്കൊണ്ടുപോകുന്ന നാടകം നടത്തിയതല്ലേ? പിന്നെ പ്രിയങ്ക അനുഭവിക്കേണ്ടതാണ് രാധിക അനുഭവിക്കുന്നെന്നുള്ളൊരു പറച്ചിലുണ്ടല്ലോ, അത് ഇവിടെ വെച്ചങ്ങ് നിർത്തിക്കോണം. ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചതിന്റെ ഇടയിൽ നിങ്ങൾ തിരികെ കയറ്റിയതാ പ്രിയങ്കനെ. അത് വെച്ച് രാധികയുടെ ജീവിതം വേട്ടയാടാൻ പറ്റുന്നതിന്റെ അത്രയും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രാധിക എന്റെ ഭാര്യ, അവളെ ദ്രോഹിക്കാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല. അതിന് ശ്രമിച്ചോണ്ടല്ലോ നിങ്ങൾ വിവരം അറിയും. അത് ശരി. അപ്പൊ നീ ഫോൺ അവന്റെ കയ്യിൽ കൊടുത്ത് എന്നെ ഭീഷണിപ്പെടുത്തുക അല്ലേ? ഇതേ ഭീഷണിയൊന്നുമല്ല. ഉള്ള കാര്യങ്ങൾ പറയാലോ.
നിങ്ങളുടെ മോള് കൊച്ചുമോള് പ്രിയങ്കയില്ലേ, അവക്ക് മാനസികമായിട്ട് അസുഖമുണ്ടെന്ന് നിങ്ങൾ പറയുന്നത് മറ്റാര് വിശ്വസിച്ചാലും ഞാൻ എന്തായാലും വിശ്വസിച്ചിട്ടില്ല. അവളുടെ അസുഖത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് രാധികയുടെയും എന്റെ ജീവിതം തകർത്ത് കളയാന്ന് സുകുമാരി മുത്തശ്ശിക്ക് ഒരു മോഹം ഉണ്ടെങ്കിലേ അതങ്ങ് മനസ്സിൽ തന്നെ വെച്ചാൽ മതി. മനസ്സിലായോ നിങ്ങക്ക്? ഇനി മേലിൽ ആവശ്യമില്ലാത്ത രാധി ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത്. നമ്മളൊരു യാത്ര പോകുന്നതിനിടയിൽ കൃത്യമായിട്ട് എങ്ങനെയാ പ്രിയങ്കയ്ക്ക് ഈ അസുഖം വരുന്നത്? താൻ ചെല്ലുന്ന നിമിഷങ്ങൾ ഒഴിച്ചാൽ ബാക്കിയുള്ള മുഴുവൻ സമയവും ആ തള്ളയുടെ അടുത്തല്ലേ പ്രിയങ്ക ഉള്ളത്. ഇപ്പൊ എന്താ അവർക്ക് സമാധാനിപ്പിക്കാൻ പറ്റാത്തത്? എടോ, ഇത് അവരുടെ അടവാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രതികരിക്കാനും പഠിക്കണം. ഇനി അവര് വിളിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയ ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്. തനിക്ക് മനസ്സിലായോ? നീ കേട്ടില്ലേടി മോളെ, അവൾക്ക് വേണ്ടി അവൻ അംഗം വെട്ടുന്നത്. കേട്ടു മുത്തശ്ശി.